ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്നിവിടെ അടുക്കളയിലെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോണത്. അടുക്കളയിലെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നല്ല, കുക്കിംഗ് കാര്യങ്ങൾ. ഞാൻ ഇന്ന് ചെയ്ത എൻ്റെ കുക്കിംഗ് കാര്യങ്ങൾ എൻ്റെ വ്യൂവേഴ്സിനുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ചപ്പാത്തിയും മസാലക്കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കുള്ള മാവാണ് എടുത്ത് വെച്ചത്. ആ മിക്സിയിൽ കാണുന്നത് ചോറാണ് കേട്ടോ. ചോറ് അരച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത്. ചോറ് അരയ്ക്കാതെ ഞാൻ തിളച്ച വെള്ളത്തിലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ചോറ് അരച്ച് ചേർത്താൽ നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട്. ചപ്പാത്തി മാത്രമല്ല, പൂരിക്ക് നല്ല സോഫ്റ്റാണ് ചോറ് ചേർത്ത് അരച്ചാൽ. നമ്മൾ കയ്യിൽ എണ്ണയൊക്കെ ആക്കിയിട്ട് തിളച്ച വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ എണ്ണയൊക്കെ കയ്യിലാക്കിയിട്ട് അങ്ങനെ കുഴയ്ക്കുമല്ലോ. പക്ഷേ ആ ഒരു കുഴയ്ക്കൽ ഇതിന് വേണ്ട. ഇതിൽ എണ്ണ ആക്കണ്ട. ഇതിൽ നമ്മൾ ചോറ് ചേർത്തിട്ട് നല്ല കുഴയ്ക്കുക, നല്ല സോഫ്റ്റാവും. പിന്നെ ഞാൻ കുക്കറിൽ മസാലക്കറിക്കുള്ള ഉള്ളി, ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് ചായക്ക് ഞാൻ വെള്ളം വെച്ചതാണ്. ചായക്ക് ഞാൻ പൊടി ഇപ്പം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം വലിയ തരിയുള്ള പൊടിയാണ്. അപ്പോൾ പിന്നെ ആദ്യം തന്നെ പൊടി ചേർക്കും ഞാൻ. പിന്നെ എങ്ങനെ നിങ്ങളൊക്കെ അടുക്കളയിൽ ഇങ്ങനെ മണി പ്ലാന്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടോ? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ തോതിൽ തന്നെ ഉള്ളൂ കേട്ടോ. കുക്കറിൽ ഞാൻ ഉപ്പിട്ടിട്ട് വിസിലടിക്കാൻ പോവാണ്. കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ നമ്മളെ വൃത്തിയാക്കൽ, ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ്, അലക്കൽ കഴിഞ്ഞ്, കുളിയും കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് അടുക്കളയ്ക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്തായാലും നേരം വൈകുമല്ലോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുക്കിങ്ങിന് നിൽക്കുമ്പോൾ. ഈ ഏറ്റവും എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ദോശയല്ലേ? നീർദോശ. നീർദോശ എന്നൊക്കെ പറഞ്ഞ് ചിലർ ഒഴിച്ച്, ഞങ്ങളിവിടെ സാധാരണ ദോശ എന്ന് തന്നെ പറയലുള്ളൂ. നല്ല പൊടി കലക്കിയിട്ട് വീശിയടിച്ച ദോശ, അതല്ലേ ഏറ്റവും എളുപ്പമല്ലേ? പിന്നെ അഥവാ നേരം വൈകിയാൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ തേങ്ങയാണ് കേട്ടോ ഞാൻ വറുത്ത് വെച്ച ആ പാത്രത്തിൽ കണ്ടില്ലേ, തേങ്ങ വറുത്ത് വെച്ചതാണ്. അത് ഞാൻ ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ് ആ ചെറിയ പാത്രത്തിൽ. പിന്നെ അടുക്കളയൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണല്ലോ, പാത്രങ്ങളൊക്കെ പരന്നെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കിംഗ് അല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ലാസ്റ്റ് ഒന്ന് വൃത്തിയാക്കണം. പിന്നെ മസാലക്കറി ആയാൽ നമ്മൾ കടുക് വറുത്തിടണം. കടുക് വറുത്തിടുമ്പോൾ മഞ്ഞൾപ്പൊടി ലേശം ഇട്ട് മൂപ്പിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. മഞ്ഞൾപ്പൊടി ഞാൻ കുക്കറിലിട്ടിട്ടില്ല, ഞാൻ ഇതിൽ മൂപ്പിച്ചിടാന്ന് വിചാരിച്ച് അങ്ങനെ തളിക്കാമെന്ന് വിചാരിച്ചു. കടുക് പൊട്ടിക്കുമ്പോഴേ നിങ്ങൾ അടച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മേലേക്ക് കണ്ണിലേക്കൊക്കെ തെറിക്കുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടാവില്ലേ? അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതേപോലെ ഗ്യാസ്, കൗണ്ടർ ടോപ്പ്, ഗ്യാസിലൊന്നും ഒന്നും ആവില്ല, വൃത്തിയേടൊന്നും ആവത്തില്ല. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. ഇനി കടുക് വറുത്തിട്ട് കുക്കറിലുള്ള കറി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയൊക്കെ തൂവിയിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് തേങ്ങ അരച്ചതും ചേർക്കും, അതും കൂടി ചേർത്തിട്ട് വാങ്ങി വയ്ക്കും. കറിവേപ്പില നമ്മളെ വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ്. പിന്നെ ഈ അലക്കുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെടുത്ത ആ കുപ്പികൾ, അലക്കുകളൊക്കെ, അതൊക്കെ അപ്പം തന്നെ ഷെൽഫിലേക്ക് വയ്ക്കുക.
എന്നാൽ പിന്നെ നമുക്ക് പിന്നെ ഒരു ഭാരമാവില്ല. അതങ്ങനെ പിന്നെ എടുത്ത് വെച്ച് ക്ലീനിങ്ങും അതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവും. നമ്മളെടുത്ത സാധനങ്ങൾ അപ്പോഴപ്പോഴേക്കും അടുപ്പിലേക്ക് വയ്ക്കുക. അപ്പോൾ നമുക്ക് വലിയ ഭാരം തോന്നിട്ടില്ല. പിന്നെ ഉച്ചക്കേക്ക് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പച്ചക്കായയുടെ കറിയാണ് കേട്ടോ. അതൊക്കെ ഞാൻ ആദ്യമേ നിരത്തി വെച്ച് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ കുക്കറിൽ ഇതും കൂടി ഇടും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് ഞാൻ. ഉരുളക്കിഴങ്ങ് മസാലക്കറിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്, അല്ലാതെ തന്നെ വെളിച്ചെണ്ണ ലാസ്റ്റ് നല്ലോണം ഒഴിച്ചിട്ട്, അങ്ങനെ തേങ്ങാപ്പാലില്ലാതെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഒരേപോലെ തന്നെ എന്നോ അങ്ങനെ ഒരേ ടേസ്റ്റിലുണ്ടാക്കിയാൽ നമുക്കൊരു മടുപ്പുണ്ടാവും അല്ലേ? ഒക്കെ വെറൈറ്റി ടേസ്റ്റിലുണ്ടാക്കണം. അങ്ങനെ കറിയൊക്കെ ആയപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം തിളയ്ക്കണം. ഞാൻ തേങ്ങ വറുത്തപ്പോഴേ മല്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. മല്ലി വെളിച്ചെണ്ണയിൽ നല്ലോണം ചൂടാക്കിയിട്ടാണ് ഞാൻ തേങ്ങ വറുത്തിട്ട് അരച്ചത്. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മല്ലി കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചിട്ട് അരയ്ക്കുന്നത്. ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒന്ന് വെച്ച് ഒന്നിങ്ങനെ ഗ്യാസ് ലാഭിക്കാൻ നല്ലതാണ്. ഒരു കുക്കറിലൊരു സാധനം വെച്ച് കഴിഞ്ഞ് വാങ്ങി വെച്ചതിന് ശേഷം അതിന് പിന്നാലെ തന്നെ നമ്മൾ അടുത്ത് വയ്ക്കുക. ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫാക്കിയിട്ട് ഓണാക്കുമ്പോൾ ഗ്യാസ് അധികം പോവും. പിന്നെ നമ്മൾ ചോറിനാണ് വെള്ളം വെച്ചത്. ചോറിന് ഞാൻ ഇന്ന് ഗ്യാസിലാണ് വെച്ചത്. അടുപ്പത്ത് ഞാൻ വെക്കാറുണ്ട്. ഇത് വേവ് കുറഞ്ഞ അരിയാണ്. അപ്പോൾ പിന്നെ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. അടുപ്പത്ത് വെക്കുമ്പോൾ വെള്ളവും ചോറും ഒക്കെ നമ്മൾ ചുക്കുവെള്ളമല്ലേ അതൊക്കെ കൂടി ഞാൻ അടുപ്പത്ത് വെക്കും. പിന്നെ ചപ്പാത്തിയും കറിക്കായി ചായയൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ഈ ജനവാതിലൊക്കെ തുറന്നിട്ട് നല്ല വെയിലാണ് ഇവിടേക്ക്. നല്ല വെളിച്ചവും കിട്ടും. മിക്സിയൊക്കെ വെക്കുന്നത് നമ്മൾ ഡൈനിങ് ഹാളിൽ ഒരു സൈഡിൽ റാക്കിലാണ്. അരി 3-4 വട്ടം കഴുകിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി കഴുകും. എന്നിട്ട് അരി ഇട്ടിട്ട് മുകളിൽ ഞാനൊരു വെള്ളം വയ്ക്കും. ചെമ്പിൻ്റെ മുകളിൽ വെള്ളം വയ്ക്കുന്നത് എന്താ വെച്ചാൽ ഫ്ലാസ്കിലേക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വെള്ളം എടുക്കേണ്ടി വന്നാൽ അതിലൊഴിച്ച് വെക്കാനാണ്. ഞങ്ങൾ തറവാട്ടിലായിരുന്നപ്പോഴേ മുകളിൽ ചെമ്പിൽ വെള്ളം വെച്ചത് ചുക്കുവെള്ളത്തേക്ക് ഒഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചുക്കുവെള്ളത്തേക്ക് ഞാൻ ബാക്കിയുള്ളത് ഞാൻ ചുക്കുവെള്ളത്തിലേക്ക് പാരും. ചുക്കുവെള്ളം ആദ്യം തന്നെ തിളപ്പിച്ച് വെക്കും. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലേ മല്ലിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിങ്ങനെ വെയിൽ തെറിച്ച് കണ്ടപ്പോൾ മല്ലിയൊക്കെ കഴുകിയിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെള്ളം വാരാൻ വേണ്ടിയിട്ടത് പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലി മുകളിലാണ് ഉണക്കാറുള്ളത്, ഓപ്പൺ ടെറസിൽ. അവിടെ എല്ലാം വെയിലാണ്. ഞാനിന്നിങ്ങനെ വെയിൽ കാണട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വെയിൽ തെറിച്ച് കണ്ടപ്പോൾ കഴുകി ഉണക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുറേ ദിവസമായി മല്ലി വാങ്ങി വെച്ചിട്ട്. ഇന്നലെ ഇന്നുമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല. മിനിഞ്ഞാന്ന് നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല ഇടി വെട്ടിയിരുന്നു, ഭയങ്കര ശബ്ദത്തിൽ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് മഴ ഉണ്ടോ? മല്ലിയൊക്കെ കഴുകിയിട്ട് നമ്മൾ ഉണക്കാട്ടിട്ടുണ്ട്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും കളിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ വാരിയിട്ടതാണ് അവിടെ ഹാളിൽ കാണുന്നത്. നമ്മൾ പച്ചക്കായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല.
ആ പച്ചക്കായ നമുക്ക് വെന്തതിന് ശേഷം കടുകിട്ട് വറുത്തിട്ട് തേങ്ങ അരച്ചും കൂടി ചേർക്കാനുണ്ട്. സാധാരണ കുക്കറിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കാറുണ്ട്. പക്ഷെ ഞാനിന്ന് മുളകും മഞ്ഞളൊക്കെ മൂപ്പിച്ചിട്ട് കുക്കറിലുള്ള കഷ്ണങ്ങൾ നേരെ കടുക് താളിച്ചതിലേക്ക് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൂപ്പിച്ച് കറിക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് അതിങ്ങനെ വൃത്തിയാക്കുന്നത് വരെ ഒരു വെപ്രാളാണല്ലേ. വൃത്തിയാക്കിയാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ. അതിങ്ങനെ വൃത്തിയായി ഇങ്ങനെ കിടന്ന് കാണാൻ അതും നല്ല രസമല്ലേ. അഴുക്കുകളെല്ലാം അപ്പോഴേക്കും ഷെൽഫിലേക്ക് വെക്കണം. പിന്നെ പാത്രങ്ങളൊക്കെ ഉള്ളത് അപ്പോഴേ കഴുകി വയ്ക്കുക. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.